മിറർ ഉണ്ട് എന്റെ ബെഡ്റൂമില്. ആ ബെഡ്റൂമിൽ മിററിന് ഇപ്പുറത്തെ ക്യാമറ വെക്കും. അപ്പൊ അവൾക്ക് എന്റെ റിഫ്ലക്ഷൻ കാണാം. ആ റിഫ്ലക്ഷൻ കണ്ടിട്ടാണ് ആള് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പൊ ഞങ്ങൾ രണ്ടുകൂടെ നിന്നിട്ട് ഒരു പാട്ടിട്ട് വന്നാൽ ഞാൻ ചെയ്യുന്ന പോലെ അവള് ചെയ്യൂല. ഈ മിററിനകത്തുള്ള സംഭവമാണ് ആക്ച്വലി വീഡിയോ ആയിട്ട് ആൾക്കാർ കാണുന്നത്. പേളി ആയിട്ട് ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ട്. കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഞങ്ങള് ഈ പറയുന്ന പോലെ ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് സംസാരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ഫോൺ എടുക്കുക, ഫോട്ടോ എടുക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. സംസാരിക്കുക, നമ്മുടെ കാര്യങ്ങൾ, അമ്മമാരുടെ കാര്യങ്ങൾ തന്നെ ഒരുപാട് ഷെയർ ചെയ്യാനുണ്ടാവും. നിലുവിന്റെ കാര്യവും നിതാരന്റെ കാര്യവും പറയാനുണ്ടാവും, എനിക്ക് ഐശുവിന്റെ കാര്യം പറയാനുണ്ടാവും. അങ്ങനെ ആയിരിക്കും നമ്മള്. പിന്നെ എന്തിനും ഏതിനും ഒരു വിഷമം വന്നാൽ അങ്ങോട്ട് വിളിച്ച് പറയുക, നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അങ്ങനെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് പേളി എന്ന് പറയുന്നത്. അവിടെ UK-ല് ഇത്ര വർഷം നിന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു ലൈഫും ഇവിടുത്തെ ഒരു ലൈഫും അറിയാം. അതിന്റെ ഒരു ഡിഫറൻസ് ആണ്, ടു ബി ഓണസ്റ്റ്. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു ലൈഫാണ്. നമ്മൾ രാവിലെ എണീറ്റ് പോയിരിക്കണം ജോലിക്ക്, എന്നാലേ അവിടെ കാര്യങ്ങൾ നടക്കൂ എന്നുള്ള അവസ്ഥയാണ്. കാരണം മിനിമം ഒരു 2 to 3 lakh നമ്മളുടെ വീടിന്റെ റെന്റ് തന്നെ വരും. ചെറുപ്പത്തിലെ ഉത്തരവാദിത്തം എന്നുള്ളൊരു സാധനം നമ്മളുടെ ഷോൾഡറിൽ വന്നതാണ് എന്നും പറഞ്ഞ് ഭയങ്കര സംഭവങ്ങൾ ചെയ്തു എന്നല്ല, ഈ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു, മുന്നോട്ട് പോയി, ഇപ്പോഴും ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ മോള് വളർന്നു വരുമ്പോഴും അവള് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെക്കാളിലും ലൈക്ക് അവള് സ്വന്തം കാര്യങ്ങൾ അവള് ചെയ്യാൻ പ്രാപ്തി അവൾക്ക് വേണം. അത് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു ബിസിനസ് ആണെങ്കിലും എല്ലാം ഒരു ടീം വർക്ക് പോലെയാണ്. നമ്മൾ റൈറ്റ് എക്സ്പെർട്ടീസും അതുപോലെ തന്നെ ഒരു ഇൻപുട്ട് ഇടാനുള്ള ഒരാൾ മാത്രം വിചാരിച്ചാൽ ആ സാധനം കൊണ്ടുപോകുക എന്നുള്ളത് ടാസ്ക് തന്നെയാണ്. എന്നെ കൊണ്ട് ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ആ രീതിയിലൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ നിൽക്കുക എന്നുള്ളതാണ്. ബിക്കോസ് ഷീസ് ആൻ ഇൻഡിവിജ്വൽ. ഞാനൊരു ഡിഫറെൻറ്റ് പേഴ്സണാണ്, അവളൊരു ഡിഫറെൻറ്റ് പേഴ്സണാണ്. ഓരോ നേരത്തെ പറഞ്ഞ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽ ആണ്. അവൾക്ക് അവളുടേതായ ഇഷ്ടം വളരുമ്പോൾ കാണും, അവൾക്ക് ചിലപ്പം അവളുടേതായ ഫ്രീഡം വേണമെന്ന് തോന്നും, അവളുടെ കാര്യങ്ങൾ അവളായിരിക്കും ചിലപ്പോൾ തീരുമാനിക്കുക. അങ്ങനെ ഒരു സംഗതി വരുമ്പോൾ ലൈക്ക് അങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിക്കും. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും ഡിസിഷൻസും കാര്യങ്ങളൊക്കെ വരും. പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല, ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ കണ്ടീഷൻസും പ്ലാൻസും ഒന്നുമില്ല. ആകെ ഒരു ആഗ്രഹമേ ഉള്ളൂ, കൈൻഡ് ആയിരിക്കണം. ആൾക്കാർ എല്ലാരോടും നല്ല രീതിയിൽ പെരുമാറണം. പിന്നെ നോ പറയേണ്ടടുത്ത് നോ പറയണം. എനിക്ക് പറ്റാത്തൊരു കാര്യം ഇൻഡിപെൻഡന്റ് ആവണം. എന്റെ ഒരു കേസ് അതാണ്. എനിക്ക് ഒരാൾക്ക് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മോൾക്ക് നാളെ അതൊരു ബുദ്ധിമുട്ടാവരുത്, അവൾക്കത് ഫീൽ ചെയ്യരുത്, ബുദ്ധിമുട്ടാവരുതെന്ന് ചിന്തിക്കാറുണ്ട്. അത് ഇത്രയും നാളും അങ്ങനെ പോകാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അതൊരു സംഭവമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓൺലൈൻ ഇഷ്യൂസും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇറ്റ്സ് എന്താ പറയാ, ഒരു നമ്മളെ ഡെയിലി ലൈഫിന്റെ ഭാഗമായിട്ടാണല്ലോ സോഷ്യൽ മീഡിയ. ഇതൊക്കെ കൾച്ചറായി മാറി. കൾച്ചറും നമ്മുടെ പാരൻസിനെക്കാട്ടും കുറച്ചുകൂടി ചില കാര്യങ്ങൾ നമ്മൾ മാറ്റം കൊണ്ടുവരണം എന്ന് ചിന്തിക്കും നമ്മൾ പാരൻസ് ആവുന്ന സമയത്ത്. അപ്പോൾ ഞാൻ നേരത്തെ കണ്ടു വഴക്കൊന്നും പറയാറ്, വഴക്കല്ലെങ്കിൽ ചൂടാവും മാത്രമേ ഉള്ളൂ, അടിയൊന്നും ഇതുവരെ കൊടുത്തിട്ടേ ഇല്ല. അങ്ങനെ തുടങ്ങി എന്തെങ്കിലും കൃത്യമായിട്ട് ഒരു പാരന്റ് ആവുന്ന സമയത്ത് നിങ്ങൾ കുറെ തീരുമാനം. അങ്ങനെയല്ല കേട്ടോ, അടി കൊടുക്കേണ്ടടുത്ത് അടി കൊടുക്കണം. നമ്മൾ അങ്ങനെ വിട്ടാലും പറ്റില്ല എന്നും പറഞ്ഞ കുഞ്ഞിനെ ഇപ്പൊ നമ്മൾ വലിയൊരാൾ നിന്നിട്ട് താഴോട്ട് നോക്കിയിട്ട് എന്താണോ നീ കാണിക്കുന്നത്, നിനക്ക് അടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെറിയൊരു മനുഷ്യൻ പേടിച്ചു പോയില്ലേ? ആ ഒരു ഫേസിലാണ് ഞാൻ കാണുക. അപ്പൊ എന്നെ വലിയൊരാൾ വന്നിട്ട് എന്നെ പേടിപ്പിച്ചാൽ ഞാൻ വരണ്ടു പോയില്ലേ? അങ്ങനെ കണ്ടിട്ടാണ് ഞാൻ ട്രീറ്റ് ചെയ്യുക. അപ്പൊ അവളുടെ ലെവലിൽ നിന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇപ്പം അവളെങ്ങനെയാണോ അവൾക്ക് ഫീൽ ചെയ്യുന്നത്, അപ്പൊ ആ ഒരു ലെവലിൽ നിന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കും. ഇങ്ങനെ ഞാൻ അടിക്കും, കയ്യിന് അടിക്കും, കാലിന്റെ താഴെ അടിക്കും. ഞാൻ പറയണത് എന്താ വെച്ചാല്, എപ്പോഴാണെങ്കിലും അടിക്കുകയാണെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിലും അത് ഇമോഷണലി ക്യാരിഡ് അവേ ആയിട്ട് ചെയ്യരുത്. അതായത് നമ്മളുടെ ഇമോഷൻ അവിടെ ആ ഒരു ബാഗേജ് ഇട്ട് കൊടുക്കരുത് ഒരിക്കലും. നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ ഇമോഷണലി ക്യാരിഡ് അവേ ആയിട്ട് അതെല്ലാം പാടെ അവിടെ തീർക്കരുത്. അത് ചെയ്യരുത്. നമ്മൾക്ക് ഓക്കെ പേടിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് അവരോട് ദേഷ്യപ്പെടാം, അല്ലെങ്കിൽ കാലിന് താഴെ ഒരു കൈ കൊണ്ട് അടിക്കുന്നതൊക്കെ അങ്ങനെ ആ രീതിയിൽ നമ്മൾ ചെയ്യലുണ്ട്. ഒരിക്കലും നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് കുഞ്ഞിൻ്റെ മേലെ തീർക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ആ രീതിയിൽ ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാനും പാടില്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു കോൺസെപ്റ്റ്.
നമ്മൾ രണ്ടുപേരും അത് അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ സ്ട്രെസ് ആവുന്ന ഒരുപാട് നിമിഷങ്ങൾ വരും. പക്ഷെ ഒരിക്കലും അത് കുഞ്ഞിൻ്റെ മേലെ അല്ലെങ്കിൽ കുഞ്ഞിന് ഫീൽ ചെയ്യുന്ന, കുഞ്ഞിന് ബേർഡൻ ആവുന്ന, അവളുടെ ഫ്യൂച്ചറിൽ അവൾക്ക് അതൊരു പ്രശ്നമാവുന്ന രീതിയിൽ ഒരിക്കലും ഒരു കാര്യങ്ങളും എന്ത് ചെയ്യുമ്പോഴും ഞങ്ങളത് ചിന്തിക്കലുണ്ട്. അങ്ങനൊരു പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീൽ അവൾക്ക് വരരുത് എന്നുള്ളത്. ചില സമയത്ത് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടും വളരെ ഫേം ആയിട്ടും നിന്നാൽ തന്നെ കാര്യങ്ങൾ നടക്കുള്ളല്ലോ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അതൊരു എന്താ പറയുക, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് ചെയ്യാം. ഇപ്പം ഈ സ്ക്രീൻ ടൈമും ഫോണും ഒക്കെ അതൊക്കെ നമ്മൾ കുറച്ച് കൺട്രോൾ ചെയ്താൽ തന്നെ പറ്റുള്ളൂ. എങ്കിലും നമ്മൾ കാണാതെ ഇപ്പൊ തന്നെ എനിക്കൊരു മിനി വേർഷൻ ആണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതേ. കാരണം സെയിം കോപ്പി പേസ്റ്റ് പോലെ തന്നെയാണ് ആള്, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യം അതുപോലെ തന്നെ ചെയ്യുന്നു. വീഡിയോസിലായാലും നിങ്ങളുടെ ഡാൻസ് വീഡിയോസിലൊക്കെ, ഒരുമിച്ചുള്ള വീഡിയോസിലൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ട്. അവള് കോപ്പി ചെയ്യും, അതിഷ്ടമാണ് ആൾക്ക്, ഇമിറ്റേറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. ഞാനിപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ അതേപോലെ കാണിക്കും. അതിനൊരു ഞാൻ വെച്ചേക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിറർ ഉണ്ട് എൻ്റെ ബെഡ്റൂമിൽ. ആ ബെഡ്റൂമിൽ മിററിന് ഇപ്പുറത്തെ ക്യാമറ വെക്കും. അപ്പോൾ അവൾക്ക് എൻ്റെ റിഫ്ലക്ഷൻ കാണാം. ആ റിഫ്ലക്ഷൻ കണ്ടിട്ടാണ് ആള് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും നിന്നിട്ട് ഒരു പാട്ടിട്ട് വന്നാൽ ഞാൻ ചെയ്യുന്ന പോലെ അവൾ ചെയ്യൂല. ഈ മിററിനകത്തുള്ള സംഭവമാണ് ആക്ച്വലി വീഡിയോ ആയിട്ട് ആൾക്കാർ കാണുന്നത്. സൈഡിൽ ക്യാമറ ഉണ്ടാവും, ഞാൻ ചെയ്യുന്ന കാര്യം അവൾ അതുപോലെ കോപ്പി ചെയ്യും. ചില സമയം എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് പലതും ചെയ്യും. ഈ ഇടയ്ക്ക് ഞങ്ങള് മോണിക്ക സോങ് ചെയ്തിരുന്നു. അപ്പോഴൊക്കെ അവള് എന്താ പറയാ, ഞാൻ പറഞ്ഞു കൊടുക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലായ്പ്പോഴും അങ്ങനെയല്ല, ചില സമയത്ത് എനിക്കും ചില സമയം തോന്നും ഇതെങ്ങനെ ഇവള് ചെയ്തതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ചിലത് ഞാൻ ചെയ്യുന്ന പോലെ കോപ്പി ചെയ്യും. പപ്പയുടെ മുഖവും എൻ്റെ സ്വഭാവവും എൻ്റെ ആറ്റിറ്റ്യൂഡുമാണ്. എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഇന്നലെ കൂടി പറഞ്ഞതേ ഉള്ളൂ. എന്തോ പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു നമുക്ക് കഫേ പോകാം ഫുഡ് കഴിക്കാൻ എന്തോ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സോറി, നിങ്ങളുടെ മുഖവും എൻ്റെ ആറ്റിറ്റ്യൂഡും ആണെന്ന്. എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു വേണ്ടത് എന്ന്. ശരിക്കും വീഡിയോസിലൊക്കെ ആൾക്ക് വരാൻ ഭയങ്കര ഇഷ്ടമാണോ ശരിക്കും? അല്ലെങ്കിൽ ആണ് ഇഷ്ടമാണ്. ഇപ്പൊ തന്നെ എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല, ആള് ഞാനും കൂടെ എന്താ ഇല്ലാത്തതെന്ന് പൊതുവെ ചോദിക്കും. അതായത് ഞങ്ങളൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാനും വന്നോട്ടെ, അപ്പൊ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ 2-3 ടേക്ക് എടുത്ത് 2-3 ഫോട്ടോസ് ഒക്കെ എടുത്ത് ആളെ പറഞ്ഞു വിടും. എന്നിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യാം. അല്ല, അതിൽ ഉണ്ട് ഒരു ഫീൽ കിട്ടിയാ പിന്നെ വേണമെന്നില്ല, ആൾക്ക് വരണമെന്നില്ല. ഒഴിവാക്കി ഇപ്പം തന്നെ നമ്മൾ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആള് വന്നെന്ന് ആളുടെ പ്രസൻസ് ഒക്കെ ഒന്ന് അറിയിച്ചു പോയി. അതുകൊണ്ട് പ്രശ്നമില്ല, ഇല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ സീനായേനെ. ശരിക്കും ഇപ്പൊ ലണ്ടനിലും ഇവിടെ നാട്ടിലും മാറി മാറി താമസിക്കുന്ന ആളുകളാണല്ലോ. ശരിക്കും നിങ്ങൾക്ക് ഈ 2 സ്ഥലങ്ങളിൽ ഏറ്റവും ഇഷ്ടം എവിടെയാണ്? അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് 2 അഭിപ്രായമാണ്. ഓക്കെ, ഏതൊക്കെയാണ് അഭിപ്രായങ്ങൾ? എനിക്ക് നാടാ ഇഷ്ടം. അവിടുത്തെ പാസ്പോർട്ട് വാങ്ങി ഇവിടുത്തെ വിസയില് നാട്ടിൽ നിൽക്കാനാണ് ഇഷ്ടം. എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ ഇഷ്ടമാണ്. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു എൻ്റെ ഒരു പ്രായം വരെ ഞാൻ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യോ അല്ലെങ്കിൽ ബിഫോർ മാരേജ് ഒരു അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരാളല്ല. ലൈക്ക് പഠിക്കാൻ പോവാ, വരിക, അല്ലെങ്കിൽ ജോലിക്ക് പോവുക, അങ്ങനത്തെ ഒരു ഇതേ കിട്ടിയിട്ടുള്ളൂ. ഒരു എക്സ്പ്ലോറിങ് ആ ഒരു സംഭവം എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞ് UK ചെന്നതിന് ശേഷമാണ് ഒറ്റയ്ക്ക് ഓരോ സ്ഥലത്ത് പോകാൻ തുടങ്ങിയതും എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയതും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചതും ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് പഠിക്കാൻ പറ്റി. അപ്പോൾ എനിക്കതൊരു സെക്കൻഡ് ഹോം പോലെയാണ്. പിന്നെ അവിടെ നിന്നാണ് പ്രഗ്നൻ്റ് ആയതും ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു ലൈഫ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് അവിടെയാണ്. അപ്പോൾ എനിക്ക് ഇമോഷണലി ഞാൻ ആ സ്ഥലമായിട്ട് കുറച്ച് കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അവിടെ ഇഷ്ടം. പിന്നെ എനിക്ക് അവിടുത്തെ വെതർ ഇഷ്ടമാണ്. എനിക്ക് നമ്മുടെ നാട്ടില് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുളമൊന്നും ഇല്ലെങ്കിലും ഫ്രണ്ട്സും കൂട്ടും വൈകുന്നേരം പോയിട്ട് ഒരു ചായ അടിക്കലും പരിപാടികളൊക്കെയാണ് അതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അതിനൊന്നും ഞാൻ വിടാറില്ല. അതൊന്നുമില്ല, പോയിട്ടുണ്ട്. അതെ അതെ, അല്ല ഞാൻ അറിയാണ്ട് പോയിട്ടുണ്ടെന്നായിരിക്കും പറയുന്നത്. എന്താ വെച്ചാല് അവിടെ UK ഇത്ര വർഷം നിന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു ലൈഫും ഇവിടുത്തെ ഒരു ലൈഫും അറിയാം. അതിന്റെ ഒരു ഡിഫറൻസ് ആണ് ടു ബി ഓണസ്റ്റ്. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു ലൈഫാണ്. നമ്മൾ രാവിലെ എണീറ്റ് പോയിരിക്കണം ജോലിക്ക്, എന്നാലേ അവിടെ കാര്യങ്ങൾ നടക്കൂ എന്നുള്ള അവസ്ഥയാണ്. കാരണം മിനിമം ഒരു 2 to 3 lakh നമ്മളുടെ വീടിൻ്റെ റെൻ്റ് തന്നെ വരും. അപ്പോൾ മന്ത് എൻഡിൽ നമ്മൾ കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ പോയിരിക്കണം. അപ്പോൾ അതൊരു സൈക്കിളാണ്, അതിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. പക്ഷെ നമ്മളെ നാട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ട്. നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഇനിയിപ്പോൾ ചെറിയ ഇൻകം ആണെങ്കിലും ആ ഒരു ഫ്രീഡത്തിലുള്ള ഒരു ലൈഫ് ഉണ്ട്. അത് നമ്മുടെ നാട്ടിലേക്ക് കിട്ടുള്ളൂ. അതാണ്. അതെ അതെ. ഇപ്പൊ നമ്മൾ രണ്ടുപേരും എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ബിൽഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്.
അപ്പോൾ ഒരു ഫാഷൻ ബ്രാൻഡ് ഒരു ബ്രാൻഡ് ഉണ്ട്. അപ്പോൾ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന ഞാൻ എൻ്റെ മ്യൂസിക് ബാൻഡ് ബിൽഡ് ചെയ്യുന്നു. രണ്ടുപേരും കൂടിയാണ് ആ ബ്രാൻഡ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അങ്ങനെ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക നാട്ടിൽ. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്കിന് പോയിരിക്കണം. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഫണ്ട് ഇറക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും ബിസിനസ്സും കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ പിന്നെ ചിലപ്പോൾ അത് കിട്ടും. അത് ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ അത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ്. ഇപ്പോൾ നാട്ടിലെ ഫ്രീഡം, ചായ. എനിക്കൊന്ന് നാട്ടിലായിരിക്കും ഇപ്പൊ ഈ സൗഹൃദം കൂടുതലുണ്ട്. എനിക്കൊന്ന് പേളിയായിട്ട് ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ട്. എനിക്ക് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങള് ബിഫോർ എനിക്ക് തോന്നുന്ന ഒരു 9-10 വർഷമായി ഞങ്ങള് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് സംസാരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ഫോൺ എടുക്കുക, ഫോട്ടോ എടുക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. സംസാരിക്കുക, നമ്മുടെ കാര്യങ്ങൾ, അമ്മമാരുടെ കാര്യങ്ങൾ തന്നെ ഒരുപാട് ഷെയർ ചെയ്യാനുണ്ടാവും. നിലുവിന്റെ കാര്യവും നിതാരന്റെ കാര്യവും പറയാനുണ്ടാവും, എനിക്ക് ഐശുവിന്റെ കാര്യം പറയാനുണ്ടാവും. അങ്ങനെ ആയിരിക്കും ഞങ്ങൾ പരിചയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു 2015 ആ ഒരു സമയത്താണ് പരിചയപ്പെടുന്നത്. ഞാനൊരു ലൈക്ക് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഫാഷൻ മാഗസിനിൽ ഡിസൈനർ ആൻഡ് സ്റ്റൈലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് ഒരു ഷൂട്ടിന് വന്നതാണ് പേളി. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. ആൻഡ് ഇപ്പോഴും ആ നല്ല രീതിയിൽ സൗഹൃദം മുന്നോട്ട് പോകുന്നുണ്ട്. എനിക്കൊന്ന് ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു സൗഹൃദം ഉണ്ടെങ്കിൽ എനിക്ക് പേര് പറയുന്നത് പേളി തന്നെയായിരിക്കും. അല്ല, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ആക്ച്വലി. പിന്നെ എന്തിനും ഏതിനും ഒരു വിഷമം വന്നാൽ അങ്ങോട്ട് വിളിച്ച് പറയുക, നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, അങ്ങനെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് പേളി എന്ന് പറയുന്നത്. ഞാനിങ്ങനെ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പം നമ്മളൊക്കെ ആഗ്രഹിക്കും ചെറുപ്പത്തിലേ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്നൊരു തോന്നൽ നമുക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വരും. പക്ഷെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുന്നു. അത് ചിലപ്പോൾ അത് നമ്മുടെ സിറ്റുവേഷൻ കൊണ്ടാണോ അതോ എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആവണം എന്നൊരു ആഗ്രഹം കൊണ്ടാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം അത് സിറ്റുവേഷനും കൂടിയാണ്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, ആർക്കാണ് ആഗ്രഹം ഇല്ലാത്തത് എനിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. ഇനിയിപ്പം എത്ര ഒരാളെ നോക്കിയാലും എനിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണമെന്ന് ആഗ്രഹമുള്ള ഒരാളായിരിക്കും പൊതുവേ, ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സാഹചര്യം കൊണ്ട് അതിലേക്ക് പോയ ഒരാൾ തന്നെയാണ് ഞാൻ. എൻ്റെ വാപ്പച്ചി, എനിക്കൊരു 8 വയസ്സുള്ളപ്പോഴാണ് വാപ്പച്ചിക്ക് ക്യാൻസർ വരുന്നത്. അപ്പോൾ ആ സമയം മുതൽ എനിക്കറിയാം ഞാൻ എന്തെങ്കിലും ചെയ്താലേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ളൊരു. ഇനി അത് മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ടാണോ അതോ എനിക്ക് സ്വയം തോന്നിയതാണോ എന്ന് ചോദിച്ചാൽ അത്രയും ചെറുപ്പത്തിലുള്ളതായതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ലൈക്ക് വളരെ ചെറുപ്പത്തിലെ ഉത്തരവാദിത്തം എന്നുള്ളൊരു സാധനം നമ്മളുടെ ഷോൾഡറിൽ വന്നതാണ്. എന്നും പറഞ്ഞ് ഭയങ്കര സംഭവങ്ങൾ ചെയ്തു എന്നല്ല, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു, മുന്നോട്ട് പോയി, ഇപ്പോഴും ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. എനിക്കൊന്നൊരു ആൺകുട്ടിക്കായാലും പെൺകുട്ടിയായാലും ലൈഫിൽ ഏത് സിറ്റുവേഷനിലും നമ്മൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അത് പ്രാപ്തയാകുക എന്ന് പറയുന്നത്, ഇപ്പം ആ ലൈഫ് വന്നതുകൊണ്ടും സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്ത ഒരാളെന്ന നിലയിലും അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് തോന്നിയിട്ടുള്ളത് സ്വയം? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരിക്കലും ഈ പറഞ്ഞ പോലെ നമുക്ക് വേറൊരാൾ കൊണ്ടുതരും, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ കാര്യം വേറൊരാൾ ചെയ്തു തരും എന്നുള്ള എക്സ്പെക്റ്റേഷനിൽ ഒരിക്കലും ജീവിക്കാൻ പാടില്ല. ഇപ്പം ഞങ്ങൾ പാർട്ട്നേഴ്സ്, ലൈക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. സംസീർക്ക് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും, അതുകൊണ്ട് ഞാനിങ്ങനെ ഒന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കാം എന്നൊരു ചിന്താഗതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അതൊരു പരിധിക്കപ്പുറം അത് ലോങ് റണ്ണിക്ക് മുന്നോട്ട് പോവില്ല. ഗേൾ ആണെങ്കിലും ബോയ് ആണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നമ്മളുടെ സ്വന്തം കാലിൽ നിൽക്കുക, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഞാൻ എൻ്റെ മോള് വളർന്നു വരുമ്പോഴും അവൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെക്കാളിലും ലൈക്ക് അവൾ സ്വന്തം കാര്യങ്ങൾ അവൾ ചെയ്യാൻ പ്രാപ്തി അവൾക്ക് വേണം. അത് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഒരു കാര്യം തീരുമാനിക്കാനാണെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ യെസ്സും നോയും പറയാനാണെങ്കിലും ഒക്കെയുള്ളൊരു കഴിവ് സ്വന്തമായിട്ട് നമ്മൾ വേണം. അത് കൂടെ നിൽക്കാനും സപ്പോർട്ട് ചെയ്ത് നിൽക്കാനും ഒരാളുണ്ടാവുക, അല്ലെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഡ്രീമിനനുസരിച്ച് കൂടെ നിൽക്കാന്ന് പറയുന്നത് ഒരു പാർട്ട്ണറായി വരുന്ന സമയത്തും പരസ്പരം അതിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നതും നിങ്ങൾ മാതൃകയാണ്. സോ അത് എങ്ങനെയാണ് നിങ്ങളത് രണ്ടുപേരും പരസ്പരം കൊടുക്കുന്ന ഒരു? ഞാൻ കാണുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും വലിയ കെയർ എന്ന് പറയുന്നത് ചക്കരയെ മുത്തേന്ന് പറയുന്നേക്കാളും ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിൽക്കുക എന്നുള്ളത് ആണ് എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഒരു കെയർ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ സ്റ്റൈലും അങ്ങനെ തന്നെയാണ്. അതായത്
എന്നെ കൊണ്ട് ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ആ രീതിയിലൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ നിൽക്കുക എന്നുള്ളതാണ്. ബിക്കോസ് ഷീസ് ആൻ ഇൻഡിവിജ്വൽ, ഞാനൊരു ഡിഫറെൻറ്റ് പേഴ്സണാണ്, അവളൊരു ഡിഫറെൻറ്റ് പേഴ്സണാണ്. അപ്പോൾ അവൾക്ക് അവളുടേതായിട്ടുള്ള വ്യൂസും അതുപോലെ തന്നെ ഡ്രീംസും കരിയറും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യണമെന്നുണ്ടാവും. എനിക്കും അതുപോലെ ഉണ്ട്. അപ്പോൾ അവൾക്ക് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക, ഞാൻ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. ഒരു ടീം വർക്കായിട്ട് പോകുമ്പോഴാണ് അത് ഒരു നമ്മൾ എന്താ പറയുന്ന ഒരു സക്സസ്ഫുൾ മാരേജ് ഒന്നും പറയാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ 100% അങ്ങനെയൊന്നും അല്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഇപ്പൊ സംസീർക്കാടെ മ്യൂസിക്കിന്റെ കേസ് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പാടാൻ ഭയങ്കര പേടിയാ, എങ്കിലും ഞാൻ പോകും, കൂടെ പോകും. എന്റെ സപ്പോർട്ട് എന്റെ സപ്പോർട്ട് ഞാൻ അവിടെ കാണിച്ചിരിക്കും, ഞാൻ കൂടെ പോകും. ഈ പാടിയില്ലെങ്കിൽ ഞാൻ പോയി ഫ്രണ്ടിൽ നിന്ന് നോക്കി നിൽക്കും. എനിക്ക് ഇഷ്ടമാണ് സംസീറൊക്കെ പാടുന്നത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഞാനിപ്പോ ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഫുൾ കാര്യങ്ങൾക്കും എന്നെക്കാളും കൂടുതൽ ഓടിയിട്ടുള്ളത് സംസീറൊക്കെയാണ്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെയാണ് അത് ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലാതെ എന്റെ കാര്യമാണ് എനിക്ക് ഇമ്പോർട്ടന്റ്, നീ നിന്റെ കാര്യം ചെയ്തോ എന്നുള്ളൊരു മൂഡിൽ പോയിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അങ്ങനെ ഒരു സംഭവം വർക്കൗട്ട് ആവില്ല. സത്യം പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു ബിസിനസ് ആണെങ്കിലും എല്ലാം ഒരു ടീം വർക്ക് പോലെയാണ്. നമ്മൾ റൈറ്റ് എക്സ്പെർട്ടീസും അതുപോലെ തന്നെ ഒരു ഇൻപുട്ട് ഇടാനുള്ള ഒരാൾ മാത്രം വിചാരിച്ചാൽ ആ സാധനം കൊണ്ടുപോകുക എന്നുള്ളത് ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഇത് ഭയങ്കര ടീം വർക്കാണ്. അത് തന്നെയാണ് നമ്മളുടെ ലൈഫിലും മാരേജസിലൊക്കെ അപ്ലിക്കബിൾ ആണ്. അപ്പോൾ എനിക്ക് ഒരുപാട് അവൾക്കില്ലാത്ത കാര്യങ്ങളിൽ എനിക്ക് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാനും കൂടെ നിൽക്കാനും പറ്റുന്നുണ്ടാവും. എനിക്ക് പറ്റാത്ത കാര്യങ്ങൾക്ക് അവൾക്ക് കൂടെ നിൽക്കാനും സപ്പോർട്ട് ചെയ്യാനും പറ്റുന്നുണ്ടാവും. ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ട് ബെസ്റ്റായിട്ട് നിൽക്കുക. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഇന്നലെ ഞാൻ കാറിൽ പോയപ്പോ ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങോട്ട് ഒരു മോളിലോ എവിടെയോ പോയതാ. അപ്പൊ ഞാൻ പറയാ 8 വർഷമായി നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട്, പരിചയപ്പെട്ടിട്ട് 10 വർഷമായി. വിശ്വസിക്കാൻ പറ്റണില്ലല്ലേ. കാര്യം എനിക്ക് അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇത്ര ആയല്ലോ, അല്ലെങ്കിൽ ഇത്ര നാള് എന്നെ സഹിച്ചല്ലോ എന്നൊക്കെ ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാ തോന്നുന്നത്. എനിക്ക് പറ്റിച്ചേട്ടാ എല്ലാം എന്റെ മഹത്വം, കഴിവ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, ഭയങ്കര ലവബിൾ ആയിട്ടുള്ള കെയർ ചെയ്യണ ഓൾറെഡി പറഞ്ഞു അല്ല, ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറഞ്ഞപ്പോ ഭാഗ്യം അത്രേ പറഞ്ഞോളൂ. അതെ അതെ അത്രേ പറഞ്ഞോളൂ ഭാഗ്യത്തിന്. ശരിക്കും പറഞ്ഞ ഈ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ചെറുതായിട്ട് ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തലൊക്കെ വരുമ്പോഴായിരിക്കും അത് ഓർക്കുക, ഇത്ര വർഷമായി. അത് തമാശക്കാണെങ്കിലും അത് രസമായിട്ട് സത്യം പറഞ്ഞാൽ 8 years പോലെ ഫീൽ ചെയ്യില്ല. ഇല്ല ഞങ്ങൾക്ക് കല്യാണം ശരിക്കും എനിക്ക് കുറച്ച് ദിവസം മുന്നേ കഴിഞ്ഞ പോലെ തോന്നുന്നേ. വലിയ സംഭവമായിട്ട് പറയുന്നതല്ല, ബട്ട് ഓണസ്റ്റ്ലി അതൊരു 8 വർഷം പോലെ ഫീൽ ചെയ്യുന്നില്ല. ഈവൻ മോള് വന്നിട്ട് ഇപ്പൊ മോക്ക് 5 വയസ്സായി എന്ന് പറയുമ്പോ ശരിക്കും ഞങ്ങൾക്ക് തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു. അത് ഞാൻ കണ്ടു, സ്കൂളിൽ പോണ ഒരു ഫോട്ടോ വെച്ചിട്ട് അന്നും ഇന്നും പറഞ്ഞിട്ടൊരു ഫോട്ടോ എടുത്തു. പക്ഷെ അപ്പോഴെനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് വിശ്വസിക്കാൻ പറ്റണില്ല. സത്യം ഇത്രേ ഉള്ളായിരുന്നു. അവളൊരു 8 മാസോ എത്രയോ വീക്കോ ഉള്ളപ്പോൾ അവള് ജനിക്കുന്നത്. കുറച്ച് പ്രീ ടൈം ആയിരുന്നു. അപ്പോ വന്നപ്പോ ഒരു ചെറിയ കുഞ്ഞുവാവ, കൊറേ മുടിയൊക്കെ ഉള്ള ഒരു ചെറുത്. അതാണ് ഇപ്പൊ ഇതിൽ കൂടെ ഓടി ഓടി നടക്കുന്നത്. പക്ഷെ അവിടെ ആവുമ്പോ നിങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇത് പുതിയതാണല്ലോ, അതെങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്തിട്ടുണ്ടാവാ? ഫാമിലി അടുത്തുണ്ടാവില്ല, നിങ്ങൾ മാത്രം എല്ലാം ആദ്യം മുതലേ ചെയ്ത് പഠിക്കാണ്, കേട്ടറിവുകൾ മാത്രം. എനിക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടും എനിക്കതൊരു എന്താ പറയാ ഒരു പുതിയ കാര്യമായിട്ടോ അല്ലെങ്കിൽ അതൊരു വലിയ സംഭവമായിട്ടോ ഒന്നും ഫീൽ ചെയ്തില്ല. ഞാൻ തന്നെ കുളിപ്പിക്കണം, ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം, എല്ലാം ഓട്ടോമാറ്റിക്കലി അങ്ങ് സംഭവിച്ചു. എനിക്ക് എല്ലാം പുതിയതായിരുന്നു. എല്ലാം പുതിയതായിരുന്നു. സത്യമായിട്ടും എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഇപ്പോ എവറി മന്ത് പിന്നെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാം ഓരോ എക്സ്പീരിയൻസ് ആയിരുന്നു സംഭവം. ബേബി വന്നിട്ടും നമ്മൾ ഉള്ള ഒരു ജേർണി എന്ന് പറയുന്നത് ഓരോ സിംഗിൾ ഡേയും എക്സ്പീരിയൻസ് ആണ്, ഡിഫറെന്റ് എക്സ്പീരിയൻസ്, പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതോ ഒരു മൂവി കണ്ടിട്ട് കരയുന്ന ആളേ അല്ല ഞാൻ. പ്രഗ്നന്റ് ആയപ്പം നമുക്ക് ഉണ്ടാവുന്ന ഹോർമോൺ ചേഞ്ചസും മെന്റൽ ചേഞ്ചസും ഹസ്ബൻഡിനും ഉണ്ടാവും എന്ന് പറയുന്നത് ഭയങ്കര സത്യമാണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ വി ആർ പ്രഗ്നന്റ് എന്ന് പറയുന്നത്. ഞാൻ ഏതോ ഒരു മൂവി കണ്ടിട്ട് ഇരുന്ന് അജിത് സാറിന്റെയും പിന്നെ മോളുടെ പേരെന്തായിരുന്നു, ആരാരോ ആ പാട്ട്, ആ മൂവി കണ്ടിട്ട് ഇരുന്ന് കരയാണ്.
എന്റെ മോള് വരുമ്പോ ഇതുപോലെ ആയിരിക്കുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ സമാധാനിപ്പിക്കേണ്ടി വന്നു. അപ്പൊ മോളുടെ കാര്യം വരുമ്പോ ആള് ഭയങ്കര ഇമോഷണലാ, ഭയങ്കര സെൻസിറ്റീവിനെക്കാളും ഇമോഷണലാണ്. മോളുടെ കാര്യം ഭയങ്കര ഇതാ. സ്വാഭാവികമായിട്ടും എല്ലാ പാരന്റ്സും എല്ലാ അച്ഛന്മാരും പെൺകുട്ടികളോട് ആണല്ലോ. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ ഹലോ ഹീസ് മൈ ഹസ്ബൻഡ്, അപ്പം നോ ഹീസ് മൈ ഹസ്ബൻഡ്, മൈൻ ഹസ്ബൻഡ് എന്നൊക്കെയാ പറയുന്നത്. വിട്ടുകൊടുക്കാൻ റെഡിയല്ല, ഒട്ടും റെഡിയല്ല. നിങ്ങളുടെ ഇപ്പൊ വീഡിയോസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകൾ വരെ ഇപ്പം ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും എനിക്കൊന്ന് മോളെയും നിങ്ങൾ എല്ലാവരും ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. സോ അതൊരു ഭയങ്കര ലവബിൾ ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജിലൂടെ അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ ആ സ്നേഹപ്രകടനം കാണിക്കുന്നത്. ചിലപ്പോൾ ഐശ്വര്യ കണ്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നേരിട്ട് കാണുമ്പോൾ ആ സ്നേഹം കാണിക്കുമല്ലോ. അതെങ്ങനെയാ പുറത്തൊക്കെ പോകുമ്പോഴൊരു റിയാക്ഷൻ അവരുടെ? ഞങ്ങൾ ഇപ്പൊ തന്നെ ഇത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞ പുറത്ത് പോയത്. ഞങ്ങൾ ഹൈലൈറ്റിലോട്ട് ജസ്റ്റ് പോയി. അപ്പോൾ അവിടുന്ന് തന്നെ എന്നെ കാണുമ്പോഴോ അല്ലെങ്കിൽ സംസീർക്കാനെ കാണുമ്പോഴോ ഉള്ള ഒരു ഇതല്ല ഐഷുവിന്റെ അടുത്ത്. അങ്ങനെയാ ഓടി വരും. ഇനാറ എന്നാ ശരിക്കുള്ള പേര്, പക്ഷെ ഐഷുമ്മ എന്നാ എല്ലാവർക്കും അറിയുന്നത്. ഐഷുവിനെ കണ്ട ഓടി വരും, സ്വന്തം വീട്ടിലെ കുട്ടീനെ പോലെ, അവരുടെ സ്വന്തം കുട്ടീനെ പോലെ അങ്ങനെ എടുക്കുക, ഉമ്മ കൊടുക്കുക. ലൈക്ക് നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവളും ഇങ്ങനെ ഇപ്പൊ അവളത് മനസ്സിലാക്കി തുടങ്ങി. ആദ്യമൊക്കെ അവൾക്ക് അത്ഭുതമായിരുന്നു, എന്നെ അറിയണ ആളാണോ ഇത്, ഭയങ്കര കാര്യമായിട്ടൊക്കെ സംസാരിക്കണല്ലോ എന്ന് ആലോചിച്ചിട്ട് അവൾക്ക് ഒരു അത്ഭുതമായിരുന്നു. ഇപ്പൊ എങ്ങനെ റിയാക്ഷൻ? ഇപ്പൊ അവള് ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞു, ഫോട്ടോ എടുക്കാൻ ഞാനും വരാം എന്നൊക്കെ പറഞ്ഞു, കൂടെ പോയി ഫോട്ടോ ഒക്കെ എടുക്കും. അങ്ങനെയൊക്കെ ചില സമയത്ത് മൂടാ, ചിലപ്പോ ഓടും. ഇപ്പൊ നമ്മുടെ വീഡിയോസിലൊക്കെ ഐഷു വരുന്ന സമയത്ത് ഐഷു പിന്നീട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവോ, അല്ലെങ്കിൽ അവളുടെ ഭാവി പ്ലാൻ ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര ടൈം വരെ എങ്ങനെയായിരിക്കും, അത് കഴിഞ്ഞ് അവളുടെ ഒരു ഫ്രീഡത്തിന് വിടാം, എന്താ ഒരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഐഷുയുടെ കാര്യത്തില്? ഭയങ്കര പ്ലാനിങ് ഒന്നും സത്യമായിട്ടും ഇല്ല. പക്ഷെ ഒബ്വിയസ്ലി അവൾക്ക് തോന്നുകയാണ് മമ്മ എനിക്കിത് വേണ്ട, അല്ലെങ്കിൽ ഉമ്മ എനിക്കിത് വേണ്ട, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ പിന്നെ അവളെ ലൈക്ക് ഇപ്പൊ അവൾ ഇഷ്ടത്തോടു കൂടിയാ വരുന്നത്. ഞാനും കൂടെ വരട്ടെ മമ്മ എന്ന് ചോദിച്ചിട്ടാ വരുന്നത്. അവള് നാളെ ഒരു സമയത്ത് പറയാ എനിക്കിനി വയ്യ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. നമ്മൾ അങ്ങനെ ഒരു ഇതേ വെച്ചിട്ടില്ല. ഓരോ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽ ആണ്. അവൾക്ക് അവളുടേതായ ഇഷ്ടം വളരുമ്പം കാണും, അവൾക്ക് ചിലപ്പം അവളുടേതായ ഫ്രീഡം വേണം തോന്നും, അവളുടെ കാര്യങ്ങൾ അവളായിരിക്കും ചിലപ്പോൾ തീരുമാനിക്കുക. അങ്ങനെ ഒരു സംഗതി വരുമ്പോൾ ലൈക്ക് അങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിക്കും. അല്ലാതെ നമ്മളൊരിക്കലും ഒരു കാര്യത്തിനും ഫോഴ്സ് ചെയ്യില്ല. ഞാൻ എസ്പെഷ്യലി ഒന്നിനും ഫോഴ്സ് ചെയ്യില്ല. പഠിക്കുന്ന കാര്യത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും. അല്ല, നമ്മളെ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇനീഷ്യലി ഒരു ബേസ് സെറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളിൽ എല്ലാത്തിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഉണ്ടാവുള്ളൂ. സ്പെഷ്യലി ഇനിയുള്ളൊരു ജനറേഷൻ അങ്ങനെയായിരിക്കും. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും ഡിസിഷൻസും കാര്യങ്ങളൊക്കെ വരും, പ്രത്യേകിച്ച് ഇനിയുള്ള അങ്ങോട്ട് പോകുന്നിടത്തോളം. അപ്പോൾ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല, ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ കണ്ടീഷൻസും പ്ലാൻസും ഒന്നുമില്ല. ആകെ ഒരു ആഗ്രഹമേ ഉള്ളൂ, കൈൻഡ് ആയിരിക്കണം. ആൾക്കാർ എല്ലാരോടും നല്ല രീതിയിൽ പെരുമാറണം. പിന്നെ നോ പറയേണ്ടടുത്ത് നോ പറയണം. എനിക്ക് പറ്റാത്തൊരു കാര്യം അതാ, ഇൻഡിപെൻഡന്റ് ആവണം. എന്റെ ഒരു കേസ് അതാണ്. എനിക്ക് ഒരാളടുത്ത് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാണോ ഓക്കെ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ റെഡിയാണ് അങ്ങ് പറഞ്ഞു പോകും ഓട്ടോമാറ്റിക്കലി. എനിക്ക് നോ പറയാൻ ഭയങ്കര പാടാ. അത് അവളെ പഠിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹിച്ചിട്ടുള്ളൂ. ആള് പാടും, ആൾക്ക് പാടാൻ ഇഷ്ടമുണ്ടോ? എനിക്ക് നോ പഠിച്ചു. യെസ്, നോ പഠിച്ചു. നോ പറയാൻ അവള് കൂടുതലും നോയാ പറയുന്നത്. ഫുഡ് കൊടുക്കുമ്പോ നോ, വെജിറ്റബിളിന് കൊടുക്കുമ്പോ നോ. അത് തന്നെ. ഇപ്പൊ പോലെ പാട്ടിനോടൊരു താല്പര്യം ഉണ്ടോ? ഫേസ് പോലെ തന്നെ അവളും ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ പാട്ടുകളൊന്നും ഇഷ്ടമല്ല. ഭയങ്കര കടിച്ചാ പൊട്ടാത്ത പാട്ടുകളാണ് ഓക്ക് ഇഷ്ടം. അതെന്താ വെച്ചാല് ഞാൻ പാടുന്നത് ഇങ്ങനെ കേട്ടിട്ടും അല്ലെങ്കിൽ കേൾക്കുന്നത് കേട്ടിട്ടും അതാണ് കൂടുതൽ കേൾക്കുന്നത്. ഐഷു ഒരു പാട്ട് ചേച്ചി കൊണ്ട് ഒരു പാട്ട് പാടിക്കോ. Cappuccino ballet e persona singola simpasini bala boom boom bini kusini tipi topi bolu baloni ജെൻ ആൽഫ സൂപ്പർ. ജെൻ ആൽഫ നമുക്കൊന്ന് ഇത് ഏത് ഭാഷ എല്ലായിടത്തും മമ്മ കാപ്പിച്ചീനോ അസാസീനോ പറയും, പിന്നെ പിലിപ്പിലി പത്താപ്പി പറയും. ഞാൻ പറയും എന്തോ മോളെ ഇത് എവിടുന്നാ പഠിച്ചേ? ആരെ പഠിപ്പിച്ചത്? ഓക്കെ, അവൾക്ക് ഇഷ്ടമുള്ള പാട്ട് അവൾ തന്നെ കേട്ട് പഠിക്കും.
ഓക്കെ. ഇവർക്കൊന്നും പാടാൻ അറിയില്ല അല്ലേ നമ്മുടെ പാട്ടൊന്നും? ഐശ്വര്യ പാട്ട് ആർക്കും പാടാൻ അറിയില്ല. ഇപ്പൊ പാട്ടിലിപ്പോ രണ്ടുപേർക്ക് താല്പര്യമില്ലെങ്കിൽ പണ്ട് ഇനി കുറെ വർഷങ്ങൾക്ക് ശേഷം ആൾക്ക് വേണ്ടി ഒരു മ്യൂസിക്കൽ ആൽബം ചെയ്യണം, ഓൺ ചെയ്ത് ആളെ കൊണ്ട് പഠിപ്പിക്കണം. നമ്മള് എന്താ പറയാ, പ്രഗ്നന്റ് ആയ സമയത്ത് നമ്മൾ അനൗൺസ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ എവിടെയും കാണിച്ചിട്ടുണ്ടായില്ല. ഓക്കെ. പ്രഗ്നന്റ് ആയ സമയത്ത് ഉണ്ടായാലും മോള് വന്നതിന് ശേഷമാണ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത് മോള് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അതുവരെ വയറും കാണിച്ചിട്ടില്ല, അങ്ങനെയൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മോള് വന്നിട്ടും ആദ്യ 6 months നമ്മൾ മോളെ കാണിച്ചിട്ടേ ഇല്ല. ഫോട്ടോസും വീഡിയോസും ഒന്നും ഷെയർ ചെയ്തിട്ടില്ല. നമ്മൾ ഒരു നെക്സ്റ്റ് ആദ്യം ചെയ്ത നമ്മളുടെ വെഡിങ് കഴിഞ്ഞ ഉടനെ ഒരു സോങ് ചെയ്തു, പിന്നെ മോള് വന്നതിന് ശേഷം ഒരു സോങ് ചെയ്ത് റിലീസ് ചെയ്തു കേട്ടോ. അപ്പോൾ ആ സോങ്ങിലൂടെയാണ് നമ്മൾ ആക്ച്വലി മോളുടെ ഒരു ക്ലിപ്പ് കാണിക്കുന്നത്. ന്യൂ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള 2019-20 ചെയ്തൊരു സോങ് ഉണ്ട്, ഡെഡിക്കേറ്റഡ്. അപ്പൊ അതിലാണ് മോളുടെ ഫേസ് കാണിക്കുന്നത്, റിവീൽ ചെയ്യുന്നത്. അതുവരെ കാണിച്ചിട്ടുണ്ടായില്ല. വലിയ സംഭവമായിട്ടോ അല്ലെങ്കിൽ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ ഒന്നും അല്ല, കോവിഡിന്റെ സമയത്ത് അങ്ങനെ സംഭവിച്ചു. അല്ല, നമ്മള് ഇനീഷ്യൽ പ്രഗ്നന്റ് ആയ സമയത്ത് അറിയിക്കണ്ട എന്നുള്ളത് വേണ്ടാന്നുണ്ടായിരുന്നു. അതൊരു സംഭവമാക്കി കാണിക്കണ്ട, അല്ലെങ്കിൽ പ്രഗ്നൻസി ഇങ്ങനെ റിവീൽ ചെയ്യണ്ടെന്നൊക്കെ ഉണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് ഫസ്റ്റ് ഡേ ആണ് ബേബി വന്നു എന്ന് പറഞ്ഞിട്ടപ്പോ എല്ലാരും അതിന്റെ തലേ ദിവസം വരെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇത്രയും വരെ ഉള്ളത്. പിന്നെ നമ്മുടെ ബേബി ബമ്പ് ഒന്നും കാണുന്നില്ലല്ലോ. അപ്പൊ നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അപ്പോഴേ ബേബി വന്നു, ഇതെങ്ങനെ ഇതെപ്പോ സംഭവിച്ചു എന്നൊക്കെ ഉള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഓൾറെഡി ലൈഫിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ കാണിക്കാറുണ്ട്, പക്ഷെ അതിലും എന്ത് കാണിക്കണം അത് ഓൾറെഡി ഫിൽറ്റർ ചെയ്തിട്ട് തന്നെയാണ് കാണിക്കുന്നത് തോന്നുന്നു അല്ലേ? ഫിൽറ്റർ ഒന്നുമല്ല, നമ്മള് എല്ലാത്തിനും ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഫിൽട്ടർ ചെയ്ത് കാണിക്കുന്ന ഇപ്പോ പ്രഗ്നൻസി കാണിക്കുന്നതുകൊണ്ട് തെറ്റുണ്ടായിട്ടോ അല്ലെങ്കിൽ സംഭവമായിട്ടല്ല, നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ഇതുണ്ടാവുമല്ലോ. നമുക്ക് തോന്നുകയാണ് ഓക്കെ ഇപ്പൊ വേണ്ട എന്ന് തോന്നിയാൽ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അതിന് നമ്മള് അങ്ങനെ എല്ലാ കാര്യത്തിനും ഒരു ലിമിറ്റും ഇതും വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, നാളെ ഇവൾക്കൊരു അറിവാവുന്ന സമയത്ത്, ഈവൻ ഒരു ടീനേജ് ആവുമ്പോൾ ഇവള് നമ്മളുടെ വീഡിയോസ് കാണുമ്പോൾ അവൾക്ക് ഒരിക്കലും ഫീൽ ചെയ്യരുത് അയ്യോ ഇത് ഉമ്മയും വാപ്പയും അല്ലെങ്കിൽ മമ്മയും പപ്പയും ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വേണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ, അത് ശരിയല്ലല്ലോ എന്ന് അവൾക്ക് തോന്നുന്ന ഒരവസ്ഥ വരരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. വരുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. പക്ഷെ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്തൊരു കോണ്ടന്റ് നമ്മൾ ഔട്ട് ചെയ്യുമ്പോഴും അത് ആലോചിക്കാറുണ്ട്. മോൾക്ക് നാളെ അതൊരു ബുദ്ധിമുട്ടാവരുത്, അവൾക്കത് ഫീൽ ചെയ്യരുത്, ബുദ്ധിമുട്ടാവരുത് എന്ന് ചിന്തിക്കാറുണ്ട്. അത് ഇത്രയും നാളും അങ്ങനെ പോകാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബാക്കിയൊക്കെ ഇനി അപ്പൊ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾ ചോദിക്കും നമ്മൾ മോളെ വീഡിയോ ഇടുന്നില്ല, അതാണിത് അങ്ങനെയാണല്ലേ. പക്ഷെ ഓണസ്റ്റ്ലി ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അതൊരു സംഭവമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓൺലൈൻ ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇറ്റ്സ് എന്താ പറയാ, ഒരു നമ്മളെ ഡെയിലി ലൈഫിന്റെ ഭാഗമായിട്ടാണല്ലോ സോഷ്യൽ മീഡിയ. ഇതൊക്കെ കൾച്ചറായി മാറി അല്ലേ? അങ്ങനെ ഒരു സംഭവം. എല്ലാം കൂടി സോഷ്യൽ മീഡിയയിൽ. അതെ അതെ. പക്ഷെ അതിൽ തന്നെ നമ്മള് ഒരു എന്താ പറയാ ലിമിറ്റ് വെക്കുക, ബൗണ്ടറി വെക്കുക, എന്ത് കാണിക്കണം എന്ത് കാണിക്കരുത് എന്നുള്ള നമ്മളുടേതല്ല. എല്ലാവരും അതൊരു പേഴ്സണൽ ചോയ്സ് ആണ്. അവരുടേതായിട്ടുള്ള അവസ്ഥകൾക്കും അവരുടേതായിട്ടുള്ള വാല്യൂസും എന്താ പറയാ ഇതിനനുസരിച്ച് അത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ.